എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. 50 ഗ്രാം MDMA ഇന്നലെ ഒരു യുവതി പിടിയിലായിരുന്നു. തൂക്കിയല്ലോ നാഥ. ആ യുവതിയെ വൈദ്യപരിശോധന നടത്തിയപ്പോൾ വീണ്ടും ഒരു 46 ഗ്രാം MDMA ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കാണിച്ചു തരാം. അപ്പൊ കൊണ്ടുവന്നിട്ടുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. ഇത് എവിടെ കൊണ്ടേ വെച്ചേക്കണത്? എവിടെ? 46 മൊത്തം 96 ഗ്രാം MDMA ആയിട്ടാണ് യുവതി പിടിയിലായത്. 50 ഗ്രാം ഇന്നലെ കൈയോടെ പിടികൂടി. ഇതൊക്കെ ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടേണ്ട ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്. 46 ഗ്രാം MDMA ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. മീൻ പൊടുത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അറിയത്തില്ല. പിന്നീട് നടത്തിയ പരിശോധന ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ചു. ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ MDMA കൊണ്ടുവന്നിട്ടുണ്ടോ, അതായത് ഇത്രയും നല്ല MDMA എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക, നിങ്ങൾ ഈ തമിഴ്നാട്ടുകാർ MDMA ഉണക്കച്ചെമ്മീൻ ചേർക്കാറുണ്ട്? എന്താ ടേസ്റ്റ്, എന്താ ഒരു സ്മെല്ല്? എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇല്ല. 2021 അറസ്റ്റിലായ ഈ അനില വീണ്ടും 2025 ആകുമ്പോൾ ഇതേ നടപടി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കൊഞ്ചം ഇതോടെ നിർത്തിക്കളല്ല. എന്താടി ഇവിടെ? പോലീസ് ഇന്നലെ ചോദ്യം ചെയ്തപ്പോൾ കോളേജ് വിദ്യാർത്ഥികളാണ് തന്റെ കസ്റ്റമേഴ്സ്, അതിൽ പെൺകുട്ടികളടക്കം ഉണ്ട് എന്നുള്ള വിവരം പറയുകയും ചെയ്തിട്ട് ഇവളൊക്കെ മുഖടച്ചൊന്ന് കൊടുക്കുക വേണ്ടത്. അങ്ങനെ കൊടുക്കാൻ ആളുണ്ടായിരുന്നു. അവൾ ഇങ്ങനെ കിടന്ന് തുള്ളുവോ? ഇനിയുള്ള കാലം വല്ല ഗോതമ്പുണ്ടെന്ന് സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വരുന്ന തോന്നണേ.